നമസ്തേ, ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ. എന്താണ് കറുത്ത കുതിര? കളി ആരാധകരുടെയും കളി എഴുത്തുകാരുടെയും പ്രധാനപ്പെട്ട പ്രയോഗമാണ് കറുത്ത കുതിര. ഒടുങ്ങാത്ത വിജയതൃഷ്ണയുടെ പര്യായമായി കുതിച്ചു പായുന്ന ചിഹ്നമായി കറുത്ത കുതിരയെ പലരും ഉപയോഗിക്കുന്നു. ആരും തന്നെ പ്രവചിക്കാത്ത മത്സരങ്ങളിൽ അട്ടിമറിയിലൂടെ ഒടുങ്ങാത്ത വിജയതൃഷ്ണതയുടെയും വിജയദാഹത്തിൻ്റെയും പ്രതീകമായി പലപ്പോഴും പല ടീമുകളും മാറുന്നുണ്ട്. അവരെയൊക്കെ കറുത്ത കുതിരകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ജീവിതത്തിൽ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളോട് പൊരുതി മല്ലിട്ട് വിജയിച്ചു വരുന്നവരെയും കറുത്ത കുതിരയായി വിശേഷിപ്പിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ കറുത്ത കുതിരയുടെ പ്രയോഗം ഉണ്ടായത്? പ്രസിദ്ധ എഴുത്തുകാരനായിരുന്ന ബ്രിട്ടീഷ് നോവലിസ്റ്റിൻ്റെ ബെഞ്ചമിൻ ഡിസ്രേലിയുടെ വിശ്വവിഖ്യാതമായ ഒരു നോവലുണ്ട്, ദ യങ് ഡ്യൂക്ക്. ആ യങ് ഡ്യൂക്കിലെ നായകൻ ഒരു കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് ആ മത്സരത്തിൽ യാതൊരു വിജയവും പന്തയം വെപ്പുകാരോ പ്രചാരകരോ പ്രവചനക്കാരോ കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കറുത്ത കുതിരയുമായി അദ്ദേഹം ആ കുതിര പന്തയ ഓട്ട മത്സരത്തിൽ വൻപിച്ച വിജയം നേടുകയാണ്. അന്നു മുതലായിരിക്കാം ഒരു പക്ഷേ ഡാർക്ക് ഹോഴ്സ് അല്ലെങ്കിൽ കറുത്ത കുതിര എന്ന പ്രയോഗം ഉണ്ടായത് എന്ന് കരുതപ്പെടും. കുതിര കരുത്തിൻ്റെ ശക്തിയാണ്. എല്ലാവിധ പ്രതിബന്ധങ്ങളെയും അവഗണിച്ചുകൊണ്ട്, പ്രതിസന്ധികളെ കീറിമുറിച്ചുകൊണ്ട് വിജയത്തിലേക്ക് പാഞ്ഞ് അടുക്കുവാൻ വ്യഗ്രത കൂട്ടുന്നവരാണ് കറുത്ത കുതിര. പോരാളികളുടെ പോരാട്ടവീര്യത്തിൻ്റെ തളരാത്ത പ്രതീകമായി കറുത്ത കുതിര നിലനിൽക്കുന്നു. സ്പോർട്സിൽ കറുത്ത കുതിര എന്ന് പറയുന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 1998 ഫുട്ബോൾ ലോകകപ്പിൽ ക്രൊയേഷ്യ നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമാണ്. കറുത്ത കുതിരയായി അന്ന് ക്രൊയേഷ്യയെ വിശേഷിപ്പിക്കപ്പെട്ടു. 2002 തുർക്കി ഇതേ രീതിയിൽ ലോകകപ്പ് ഫുട്ബോളിൽ കറുത്ത കുതിരകളായി മാറി. 1992 യൂറോ കപ്പിൽ ഡെൻമാർക്ക് നടത്തിയ പോരാട്ടം അവിസ്മരണീയമായിട്ടുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ എഴുതി ചേർത്തുകൊണ്ടായിരുന്നു. 2003 ക്രിക്കറ്റ് ലോകകപ്പിൽ കെനിയയുടെ പോരാട്ടം ക്രിക്കറ്റ് ആരാധകർക്ക്, പ്രേമികൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. വലിയ ടീമുകളെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് കെനിയ കറുത്ത കുതിരകളായി മാറി. 1983 ഭാരതം ആദ്യമായി ലോകകപ്പ് നേടി. ഒരുപക്ഷെ കറുത്ത കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു കപിലിൻ്റെ ചെകുത്താന്മാർ എന്നറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ ടീം. അന്ന് ഭാരതത്തിൻ്റെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് യാതൊരു സാമ്പത്തികവും ഇല്ലാതിരുന്ന കാലഘട്ടം. ലതാ മങ്കേഷ്കറുടെ ഗാനമേള വെച്ച് അതിൽ നിന്ന് കിട്ടിയ തുകയാണ് വെസ്റ്റ് ഇൻഡീസിലേക്കുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ നൽകിയത് എന്നത് യാഥാർത്ഥ്യമായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുന്നു. അന്നെല്ലാവരും പറഞ്ഞത് ഫ്ലൂക്ക് ജയമെന്നാണ്. വെറുതെ ഒരു ജയം എങ്ങനെയോ സംഭവിച്ചു, ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഫൈനലിൽ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ കറുത്ത കുതിരകളായി മാറിക്കൊണ്ട് കരുത്തന്മാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ചു ലോകകപ്പ് നേടി. വിജയത്തിന് മുന്നിൽ ഇന്ത്യയുടെ പോരാട്ട വീര്യം അടിയറവ് പറയുകയായിരുന്നു. ഒപ്പം വെസ്റ്റ് ഇൻഡീസ് 1983 ഭാരതീയർക്കെല്ലാം അഭിമാനം നേടിക്കൊണ്ട് ആ മത്സരത്തിൽ കറുത്ത കുതിരകളായി ഭാരതം വിജയിച്ചു. എല്ലാവർക്കും നന്ദി, നല്ല നമസ്തേ. കറുത്ത കുതിര എന്ന് പറയുന്ന പ്രയോഗം പോരാട്ട വീര്യത്തിൻ്റെയും അടങ്ങാത്ത തൃഷ്ണതയുടെയും
ചില വിഷയങ്ങൾക്ക് മുമ്പിൽ പതറാതെ വിജയം കൈവരിക്കുന്നവരുടെയും വേണ്ടിയുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം കറുത്ത കുതിരകൾ ഉണ്ടാകട്ടെ. നന്ദി. നല്ല നമസ്തേ. അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ.